ചട്ടിപ്പറമ്പിൽ വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം ഉണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് ശനിയാഴ്ച വൈകുന്നേരം മലപ്പുറത്തെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച പ്രസവത്തിനിടെ മരിച്ചത്. മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടയുകയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ മാസം നേമത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നമ്മൾ അറിഞ്ഞതാണ്. ഷമീറ പൂർണ്ണ ഗർഭിണിയായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതരും ഡോക്ടറും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. അതിന് തയ്യാറാകാതെ വന്നപ്പോൾ പോലീസ് ഇടപെട്ടിട്ടും പ്രസവം വീട്ടിൽ വെച്ച് മതിയെന്ന നയാസ് വാശി പിടിക്കുകയായിരുന്നു. എത്ര മരണങ്ങൾ സംഭവിച്ചാലും പഠിക്കാത്ത ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴുമുണ്ട് എന്നതാണ് അവിശ്വസനീയം. ഒരു സമുദായത്തെയും ഒരു ചികിത്സാ രീതിയെയും അടക്കം പഴികേൽപ്പിക്കാൻ മാത്രം പോന്ന വിവരദോഷികൾ. മലപ്പുറത്ത് ആദ്യമല്ല ഇത്തരത്തിൽ വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിലെ മരണം. 8 പ്രസവത്തെ തുടർന്ന് മലപ്പുറത്ത് യുവതി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരിക്കൽ ചർച്ചയായ ഒരു യുവ ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. 8 വർഷം മുൻപ് ഡോക്ടർ ഷിംന അസീസ് എഴുതിയ കുറിപ്പ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് ആ വാക്കുകളിലെ ശക്തിയും സത്യവും കൊണ്ടാണ്. ഡോക്ടറുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ഡോക്ടർക്ക് നഗ്നത കാണാമോ? പ്രസവം കാണാമോ? ശരീരം വെളിവാക്കാമോ? ഞാനൊരു മലപ്പുറത്തുകാരി മുസ്ലിം സ്ത്രീയാണ്. അസീസിനും ആയിഷയ്ക്കും ജനിച്ചതിലും അപ്പുറം കാരണങ്ങളാൽ ഇസ്ലാം എന്ന എന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ. ഞാനൊരു ഡോക്ടറും കൂടിയാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 പ്രസവവും ആശുപത്രിയിൽ നിന്ന്. രണ്ടാമത്തേത് സിസേറിയൻ ചെയ്തത് എന്റെ പ്രൊഫസറാണ്. കൂട്ടുകാരുടെ കലവിലക്കിടെയായിരുന്നു സർജറി. സ്വന്തം താല്പര്യം ഒന്നുകൊണ്ട് മാത്രം മെഡിക്കൽ സയൻസ് പഠിക്കാൻ തീരുമാനിച്ചവൾ. ആദ്യ വർഷം അനാട്ടമി പഠിപ്പിക്കാൻ കിടന്നു തന്ന മൃതദേഹങ്ങളായിരുന്നു എന്റെ ആദ്യ രോഗികൾ. നൂൽബന്ധമില്ലാതെ കിടന്ന അവരെ നേരെ നോക്കാൻ പോലും 2 ദിവസം എനിക്ക് നാണം തോന്നിയിരുന്നു. പിന്നെ മനസ്സിലായി, ജീവൻ ഒഴികെ ബാക്കിയെല്ലാം അവർക്കും എനിക്കും സമമാണെന്ന്. അസ്തിത്വവും ഇതാണ്. വസ്ത്രമെന്ന മറയ്ക്കപ്പുറം എല്ലാവരും മണ്ണിൽ അഴുകാനുള്ളവരെന്ന തിരിച്ചറിവ് ആണയിട്ട് ഉറപ്പിച്ചു. 2ാം വർഷ ആദ്യ ക്ലിനിക്കൽ ക്ലാസ്സിൽ എന്റെ ആദ്യ കേസായിരുന്നു ഞാൻ കണ്ടത്. വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങിയ കുടിലിറക്കമാണ്. രോഗിയുടെ നാണം കണ്ട് അസ്വസ്ഥയായി. സ്വകാര്യ ഭാഗം കാണിക്കേണ്ടി വരുന്ന രോഗിയെ സമാധാനിപ്പിക്കാനും കാണുന്നത് ഡോക്ടറാണ്, വിഷമിക്കേണ്ട എന്ന് പറയാനും പഠിച്ചത് ഏതാണ്ട് ഒരാഴ്ച കൊണ്ടായിരുന്നു. ആദ്യമായി പ്രസവം കാണാൻ കൂടെ പുരുഷ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, മെഡിക്കൽ വിദ്യാർത്ഥികൾ. പ്രസവം നടക്കുന്ന അവയവം ശ്രദ്ധിക്കാതെ അവർ നിന്ന് വിയർക്കുന്നുമുണ്ടായിരുന്നു. ആ അമ്മയുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അവർ 2 പേരും ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി. അവരുടെ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും കണ്ടുനിന്ന ഞങ്ങൾക്കെല്ലാം ഒന്ന് പെറ്റനീറ്റ് ആശ്വാസമായിരുന്നു. പ്രസവ സമയത്ത് പുരുഷ ഗൈനക്കോളജിസ്റ്റിനോളം കരുണ സ്ത്രീകളിൽ പോലും കണ്ടിട്ടില്ല. പ്രസവ സമയത്ത് ഡോക്ടറോ സ്റ്റാഫോ അവയവം ശ്രദ്ധിക്കാറില്ല, അതിനൊട്ട് കഴിയുകയുമില്ല. 2 ആളെയും 2ഇടത്താക്കാൻ വേണ്ടി പഠിച്ച പണി 18ഉം പയറ്റുന്നതിനിടയ്ക്ക് ഓരോ സങ്കീർണതകളും ഒഴിവാക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ടാകും. കുഞ്ഞു കിടക്കുന്ന നിലയൊന്നു മാറിയാൽ, അമ്മ അപ്രതീക്ഷിതമായി പ്രഷർ കൂടി ബോധരഹിതയായാൽ, പ്രസവശേഷം മറുപിള്ള വേർപെട്ടില്ലെങ്കിൽ. മലപ്പുറത്ത് വീണ്ടും മാതൃമരണം. എന്റെ സമുദായം, എന്റെ നാട്, ചികിത്സ വേണ്ടെന്ന് വെക്കുന്ന ഗർഭിണി. ഒത്താച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ക്ഷൗര ജോലി ചെയ്യുന്ന കുടുംബത്തിലെ സ്ത്രീകളാണ് അവിടുത്തെ ഡോക്ടർമാർ. വേദനയല്ല, ഒരുതരം വൈരാഗ്യ ബുദ്ധിയാണ് തോന്നുന്നത്. മറ്റാരോടുമല്ല, സ്വയം തന്നെ. ഇത്രയൊക്കെ മെനക്കെട്ടിട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും പറഞ്ഞത് തന്നെ പറഞ്ഞിട്ടും നാണക്കേട് തോന്നുന്നു. ഇരുട്ടറയിൽ പിടഞ്ഞു തീരാനുള്ളതല്ല പെണ്ണെ നിന്റെ ജീവൻ. ഞങ്ങൾ ആരും നിന്റെ നഗ്നതയിൽ ഭ്രമിക്കുകയോ നിന്നെ പരിഹസിക്കുകയോ, ഞങ്ങൾക്കിടയിലെ പുരുഷന്മാർ അമ്നിയോട്ടിക് ദ്രവവും ചോരയും നനഞ്ഞ നിന്റെ കുഞ്ഞിന്റെ മൂർധാവ് പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കാതെ അവയവദർശനം നടത്തി സായുജ്യം അടയുകയോ ചെയ്യുകയല്ലായിരുന്നു. മൃഗങ്ങൾ ആശുപത്രിയിലാണോ പ്രസവിക്കുന്നത്? മനുഷ്യന് മാത്രം എന്താണ് പ്രത്യേകത? ഞാനും നീയും വിശ്വസിക്കുന്ന ഇസ്ലാമും പടച്ചോനും മനഃപൂർവ്വം ചികിത്സ നിഷേധിച്ച് ആ കുഞ്ഞിനെ തള്ളയില്ലാതാക്കിയതിന് നിന്നെയും വീട്ടുകാരെയും തോളിൽ തട്ടി പ്രശംസിച്ച് ജന്നത്തുൽ ഫർഹൗദിലേക്ക് എൻട്രി തരുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല. മുലപ്പാലിന് തൊള്ളകീറി കരയുന്ന പൈതലിനെ ഓർത്തിട്ട് നെഞ്ചുപിടയുന്നു. അതൊരു വലിയ വിവരക്കേട് കൊണ്ടാണെന്ന് ഓർക്കുമ്പോൾ, അതും എന്റെ മഞ്ചേരിയിലാണെന്നറിയുമ്പോൾ 6 കൊല്ലം കൊണ്ട് കഴുത്തിൽ കയറിയ കറുത്ത കുഴൽ വലിച്ചെറിഞ്ഞ് ഒരു പോക്ക് പോകാനാണ് തോന്നുന്നത്. പടച്ചോനെ, നിന്റെ കൗമിനെ നീ തന്നെ കാക്ക്. ഇതാണ് ആ ഡോക്ടറുടെ കുറിപ്പ്. കേട്ടപ്പോൾ ഏറെ സങ്കടം തോന്നി. എന്തിനാണ് ഈ ഒരു വിവരക്കേടിന് ഒരു കുഞ്ഞിന് അമ്മയില്ലാതാക്കിയത്?